ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം ശ്രീമദ് ശിവമഹാപുരാണം ഭാഗം 99 12 ജ്യോതിർലിംഗങ്ങളെക്കുറിച്ച് പറയണു. ശതരുദ്ര സംഹിതയിലെ അവസാന ഭാഗമായിട്ടാണ് ഈ 12 ജ്യോതിർലിംഗങ്ങളെക്കുറിച്ച് ഒന്നിച്ച് പറയണത്. നമുക്കത് കേൾക്കാം. ഓം സൗരാഷ്ട്രേ സോമനാഥം ച ശ്രീശൈലേ മല്ലികാർജുനം ഉജ്ജയിന്യാം മഹാകാളം ഓങ്കാരേ പരമേശ്വരം കേദാരം ഹിമവത്പൃഷ്ഠേ ഡാഗിന്യാം ഭീമശങ്കരം വാരാണസ്യാം ച വിശ്വേശം ത്രയംബകം ഗൗതമീതടേ വൈദ്യനാഥം ചിതാഭൂമൗ നാഗേശം ദാരുകാവനേ സേതുബന്ധേ ച രാമേശം ഖുഷ്മേശം തു ശിവാലയേ ദ്വാദശൈതാനി നാമാനി പ്രാതരുദ്ധായ യഃ പഠേത് സർവപാപൈർവിനിർമുക്ത സർവസിദ്ധിഫലം ലഭേത്. ഈ 12 ജ്യോതിർലിംഗങ്ങൾ ആരാണോ രാവിലെ സ്മരിക്കുന്നത് അവർക്ക് എല്ലാവിധ പാപങ്ങളെയും തീർക്കാൻ സാധിക്കും. സഞ്ചിതവും വർത്തമാനവും പ്രാരബ്ധവും ഒക്കെ തീർക്കാം. സോമനാഥനായിട്ടും മല്ലികാർജുനായിട്ടും മഹാകാളനായിട്ടും ഓങ്കാരനാഥൻ പരമേശ്വരൻ രണ്ടും ഒന്ന് തന്നെയാണ്, എന്നാലും 2 തരത്തിലാണ്. അതേപോലെ ഭീമശങ്കരനായിട്ട്, കേദാർനാഥനായിട്ട്, വിശ്വേശൻ കാശി വിശ്വനാഥനായിട്ട്, ത്രയംബകേശ്വരനായിട്ട്, വൈദ്യനാഥനായിട്ട്, നാഗേശനായിട്ട്, രാമേശനായിട്ട്, അതേപോലെ ഖുഷ്മയ്ക്ക് ഭഗവാൻ ഖുഷ്മേശൻ എന്ന പേരിലാണ് ഒരു സാധുവായിട്ടുള്ള ഒരു സ്ത്രീ. ആ സ്ത്രീക്ക് ഭഗവാൻ ആ സ്ത്രീയുടെ പേരിൽ തന്നെ സേവിക്കുന്ന ഭഗവാൻ എന്ന അർത്ഥത്തിൽ ഖുഷ്മേശൻ. ഇങ്ങനെ 12 ജ്യോതിർലിംഗങ്ങളാണ്. ലിംഗരൂപത്തിലാണ്, പക്ഷെ അത് തീ ഗോളം എന്ന് പറയില്ലേ നമ്മൾ, ആ ഗോളമല്ല, അത് ലിംഗരൂപത്തിലാണ്. ഒരു തൂണ് പോലെ, സ്തംഭം. മുകളിൽ ഭാഗം കാണാൻ സാധിക്കില്ല, അടിഭാഗവും കാണാൻ സാധിക്കില്ല. അത്രയും ഉജ്ജ്വലിച്ചു നിൽക്കുന്നതായിട്ടുള്ള തീ സ്തംഭം ആയിട്ട് പ്രത്യക്ഷപ്പെട്ടു. ആ ജ്യോതിസാണ് ഇവിടെ നമുക്ക് ജീവിക്കാനും അതേപോലെ ആ ജ്യോതിസിലേക്കാണ് ലയിക്കുകയും ചെയ്യുന്നത്. ആ ജ്യോതിസിൽ നിന്ന് തന്നെയാണ് ഈ ജീവൻ പുറമേക്ക് വരുന്നതും. നമ്മളെ പോലെയുള്ള ശരീരം സ്വീകരിച്ച് ഈ ജീവൻ ഇവിടേക്ക് എത്തുന്നത് ഈ ജ്യോതിസിൽ നിന്നാണ്. അപ്പോൾ ഈ 12 നാമങ്ങൾ, 12 ഭക്തന്മാർ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജ്യോതിസ്വരൂപമായിട്ട് കണ്ടപ്പോൾ ആ ജ്യോതിർലിംഗങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം. അത് സ്മരിക്കുന്നവർക്ക് എല്ലാ പാപങ്ങളും ഇല്ലാണ്ട് ആവും, ശുദ്ധനാവും എന്ന് സാരം. സൗരാഷ്ട്രേ സോമനാഥം ച ശ്രീശൈലേ മല്ലികാർജുനം ഉജ്ജയിന്യാം മഹാകാളം ഓങ്കാരേ പരമേശ്വരം കേദാരം ഹിമവൽപൃഷ്ഠേ ഡാഗിന്യാം ഭീമശങ്കരം വാരാണസ്യാം ച വിശ്വേശം ത്രയംബകം ഗൗതമീതടേ വൈദ്യനാഥം ചിതാഭൂമൗ നാഗേശം ദാരുകാവനേ സേതുബന്ധേ ച രാമേശം ഖുഷ്മേശം തു ശിവാലയേ ദ്വാദശ ഇതാനി നാമാനി പ്രാതരുദ്ധായ യഃ പഠേത് സർവപാപൈർവിനിർമുക്ത സർവസിദ്ധിഫലം ലഭേത്. ഇനി ഇതിൻ്റെ ഓരോ ജ്യോതിർലിംഗങ്ങളും ഓരോ ഭക്തന്മാർ എവിടെയൊക്കെ വെച്ചിട്ടാണ്, എന്ത് ആവശ്യത്തിനാണ് ഭഗവാനെ സ്മരിച്ചത്, ഭജിച്ചത്, തപസ് ചെയ്തത്, ഭഗവാൻ എങ്ങനെയാണ് പ്രത്യക്ഷനായത്, എന്ത് വരാ കൊടുത്തത്, ഇത് വിസ്തരിച്ച് പറയാം. ഇതൊക്കെ നന്ദീശ്വരൻ വൃഷഭമാകുന്ന കാള ഭഗവാന്റെ വാഹനം സനകാദി മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകളായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇതെല്ലാം സൂത ശൗനക സംവാദമായിട്ട് നൈമിഷാരണ്യത്തിൽ വെച്ച് സംവദിച്ചതാണ്. നന്ദീശ്വരൻ ചൊല്ലി കേൾക്കൂ സനകരെ, ശംഭുവിൻ 12 ജ്യോതിർലിംഗങ്ങളായി ഭക്തരക്ഷയ്ക്കായി അവതരിച്ച കഥ കേട്ടാൽ ധനധാന്യ വിദ്യകൾ നേരിടാം. സൗരാഷ്ട്രഭൂവിലായി സോമനാഥൻ തഥാ മല്ലികാർജുന നാമി ശ്രീശൈലം തന്നിലും ഉജ്ജയിനിയിൽ മഹാകാളനായി ശിവൻ ഓങ്കാരരൂപി പരമേശ്വരൻ ഹരൻ കേദാരനാഥൻ ഹിമാലയം തന്നിലും
ഡാഗിനിയിൽ ഭീമശങ്കരനായി ഭവാൻ. ഡാഗിനിയിൽ ഭീമശങ്കരനായി ഭവാൻ. കാശിയിൽ വാണോ ശിവൻ വിശ്വനാഥനായി. ഗൗതമി തീരത്തിൽ ത്രയംബകേശ്വരൻ ശിവൻ. വൈദ്യനാഥൻ ചിതാഭൂമിയിൽ ശങ്കരൻ. ദാരുകാവനം തന്നിൽ നാഗേശൻ ഭൂപതി. രാമേശ്വരൻ സേതുബന്ധത്തിൽ ഈശനായി. കുശ്മേശനായി ശിവാലയത്തിൽ മഹാൻ. 11 മലയാളീകരിച്ചിട്ട് ശ്ലോകാക്കിയതാണ്. ദർശനം സ്പർശനം ചെയ്യുന്ന ഭക്തർ തൻ സർവപാപങ്ങളും തീരും സുഖം തരും. രാവിലെ 12 നാമം ജപിക്കുകിൽ നേടാം ഇഹപര സിദ്ധിയും മുക്തിയും. സർവത്ര ശിവനാമകീർത്തനം. ഹര ഹര മഹാദേവ. നമ ശിവായ നമ ശിവായ നമ ശിവായ. ഹര നമ പാർവതീപതയേ. ഹര ഹര നമ ഹര ഹര മഹാദേവ. നമ ശിവായ നമ ശിവായ. ശ്രീ ശിവപാർവതിമാരേ ശരണം. ഓം ഹ്രീം നമ ശിവായ. ഓം ഹ്രീം ഹൗ നമ ശിവായ. ഓം. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓം. ചന്ദ്രദുഃഖം തീർത്തു സോമനാഥൻ പുര. സൗരാഷ്ട്രം തന്നിൽ ഉമയൊത്തു വൃദ്ധിതൻ. പൂജിച്ചാൽ കുഷ്ഠം ക്ഷയം തൊട്ട വ്യാധികൾ തീർക്കുന്നു ചന്ദ്രകുണ്ഡത്തിലെ സ്നാനവും. ചന്ദ്രന് രോഹിണി ദേവിയുമായിട്ട് കുറച്ചധികം അടുപ്പം. 27 നക്ഷത്രങ്ങളാണ് ചന്ദ്രൻ്റെ ഭാര്യമാർ. അതിൽ രോഹിണിയോട് ലേശധികം താല്പര്യം. അത് ബാക്കിയുള്ള നക്ഷത്രങ്ങൾക്ക് താല്പര്യമായില്ല, പത്നിമാർക്ക് ഇഷ്ടമായില്ല. അപ്പോൾ അത് ദക്ഷിണോട് പറഞ്ഞു, അച്ഛാ, ഈ ഭർത്താവ് ഇങ്ങനെ ഒരാളോട് ലേശം അധികം കാണിക്കേണ്ടത് അത് ശരിയല്ല. അപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞു, കൂട്ടാക്കിയില്ല. അപ്പോൾ ശപിച്ചു, ക്ഷയം വരട്ടെ എന്ന്. അപ്പോൾ ആ ക്ഷയത്തിൽ നിന്ന് മുക്തിക്ക് വേണ്ടിയിട്ടാണ് ഈ സോമനാഥനായിട്ടുള്ള ഭഗവാനെ, മഹാദേവനെ ഭജിച്ചത്. സോമൻ്റെ മുമ്പിൽ ജ്യോതിർലിംഗമായിട്ട് വന്നപ്പോഴാണ് സോമനാഥൻ എന്നുള്ള പേര് വന്നത്. ഇത് സൗരാഷ്ട്രത്തിലാണ്, മഹാരാഷ്ട്ര അങ്ങനെയായിട്ട്. ഭക്തർക്ക് അഭീഷ്ടത്തെ നൽകുവാൻ ശ്രീശിവൻ കൈലാസം വിട്ടെത്തി ശ്രീശൈലം തന്നിലായി. സന്താനലബ്ധിക്ക് ലിംഗരൂപത്തിലായി മല്ലികാർജുനൻ എന്ന നാമിയായി ശങ്കരൻ. സന്താനലബ്ധിക്കായി ശ്രീശൈലനാഥനെ മല്ലികാർജുന ജ്യോതിർലിംഗ മഹേശ്വനെ. ഭക്തിയാ ഭജിക്കുകിൽ നേടും സുപുത്രനെ. പാപങ്ങളൊക്കെയും തീർക്കും സുഖം തരും. ഇപ്പോൾ അവിടെ സന്താനലബ്ധിക്ക് വേണ്ടിയിട്ട് മല്ലികാർജുനനെ ഭജിച്ചോളൂ. ഉജ്ജയിനിയിൽ മഹാകാളനായി ഭവൻ. ദൂഷണനെന്ന അസുരനെ കൊല്ലുവാൻ. രത്നമാലാവാസി ദൂഷണൻ ഭീകരൻ. ദ്രോഹിച്ചു ഭക്തരെ ഉജ്ജയിനിയിലും. ദേവസുതദ്വിജൻ പ്രാർത്ഥിച്ചു രുദ്രനെ. ജ്യോതിർലിംഗം ആയി പ്രത്യക്ഷനായി ശിവൻ. കാര്യമറിഞ്ഞപ്പോൾ ഹുങ്കാരം കൊണ്ടുടൻ ദൈത്യനെ കൊന്നു സുരക്ഷയേകി ശിവൻ. സാധാരണ ഈ ഖരദൂഷണന്മാർ അങ്ങനെയല്ലേ, അങ്ങനെയുള്ള ഒരു അസുരൻ ആണ് ഈ ദൂഷണൻ. അപ്പോൾ ആ ദൂഷണൻ സാധാരണ രത്നം അങ്ങനെ മാലയായിട്ട് ധരിക്കൽ കുറവാണ്, മറ്റുള്ള വികൃതികളൊക്കെയാണ് പതിവ്. ഏതായാലും അങ്ങനെയുള്ള ഒരു ഭീകരനായിട്ടുള്ള ഒരു രാക്ഷസൻ ഒരു ബ്രാഹ്മണനെ വല്ലാതെ കണ്ട് ദ്രോഹിച്ചപ്പോൾ ആ ബ്രാഹ്മണ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മഹാദേവൻ ഇങ്ങനെ ജ്യോതിർലിംഗമായിട്ട് വന്നു. ആവശ്യം പറഞ്ഞപ്പോൾ ഒരു ഹുങ്കാരം കൊണ്ട് ആ അസുരനെ കൊന്നു. അതാണ് ഉജ്ജയിനിയിൽ മഹാകാളൻ. ഇനി വിന്ധ്യഗിരിപുര നിർമ്മിച്ചു മണ്ണിനാൽ. രുദ്രന്റെ രൂപം അതിൽ ചെയ്തു പൂജകൾ. ഓങ്കാരനാകും പരമേശ്വരൻ മഹാൻ. പ്രത്യക്ഷനായി 2 ജ്യോതിസ്വരൂപനായി. ഇപ്പോൾ 2 ജ്യോതിസ്വരൂപം ഒരേപോലെ, ഓങ്കാരനാഥനായിട്ടും പരമേശ്വരനായിട്ടും. വെച്ചാൽ ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിലാണ് പരമേശ്വരൻ. ഉത്തമലിംഗമായി ഓങ്കാരരൂപവും. പാർത്ഥിവലിംഗം പരമേശ്വരൻ തഥാ. ബ്രഹ്മസ്വരൂപം ഓം വേരം സകളനും. ഓം ലിംഗമായി മർത്യരൂപത്തിൽ വേരവും. ഇപ്പോൾ വേരം എന്നുള്ളത് സകള സ്വരൂപം. ഇപ്പം നമ്മൾ ശ്രീകൃഷ്ണൻ അത് വേര ആണ്. അത് ബ്രഹ്മമായിട്ടിരിക്കുമ്പോൾ ആ രൂപമൊന്നും കാണില്ല, അരൂപിയാണ്. അപ്പോൾ ഇവിടെ ഓങ്കാരം എന്ന ശബ്ദബ്രഹ്മം, ഓങ്കാരം എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, അതിൻ്റെ രൂപമില്ല. നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ രൂപമായി, അത്രയേ ഉള്ളൂ. അപ്പോൾ സാങ്കല്പിക രൂപമാണ്. ഓം എന്ന് നമ്മൾ പറയുമ്പോഴും അത് വിവിധ ഭാഷകളിൽ എഴുതുമ്പോഴും, ഇപ്പോൾ നമ്മളൊരു ഓം എന്ന് സംസ്കൃതത്തിൽ എഴുതുമ്പോൾ, മലയാളത്തിൽ എഴുതുമ്പോൾ, ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ OHM, മറ്റേ ഈ ഒരു ചതുരത്തിൽ കൊള്ളിക്കുമ്പോൾ അതിനൊരു കണക്കുണ്ട്.
മുകളിൽ നിന്ന് ഒരു വര ഇങ്ങനെ താഴത്തേക്ക് വന്ന് വലത്തോട്ട് വന്ന് താഴത്തേക്ക് വന്ന്, അതേപോലെ അതിൻ്റെ വലതുഭാഗത്ത് നിന്ന് മുകളിലേക്ക് വന്ന് അങ്ങനെ താഴത്തേക്ക് വന്ന്, അങ്ങനെയാണ് അവിടെ ഒരു ചതുരത്തിൻ്റെ ഉള്ളിലൊരു ഓങ്കാരം. അതിൽ 4 ദിക്കിൽ ഓരോ കുത്തും, അങ്ങനെ ഒരു ഓങ്കാരമുണ്ട്. പിന്നെ ഓങ്കാരം പല രൂപത്തിലുണ്ട്. അപ്പോൾ ഭാഷാപരമായിട്ട് നമ്മളത് ഓങ്കാരം അത് അരൂപിയാണ്, എങ്കിലും ആ രൂപത്തെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. വേരം എന്നുള്ളത് ഇപ്പോൾ ലിംഗരൂപം, വേരരൂപം. അപ്പോൾ ഈ ലിംഗരൂപമായിട്ട് കണക്കാക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓം എന്നുള്ള ലിംഗരൂപമായിട്ട് നമ്മൾ സാധാരണ ശിവലിംഗമായിട്ടാണ് വരിക്കുക. ശിവലിംഗം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, അതാണ് ശരിക്കും ലിംഗരൂപം. പക്ഷേ ഈ ഓങ്കാരം എന്നുള്ളത് ഭാഷാരൂപമായിട്ടേ പറ്റുള്ളൂ, മറ്റിച്ച് പറ്റില്ല, അതിൻ്റെ സാരം അതാണ്. വേറെ രൂപം എന്നുള്ളത് ശിവൻ്റെ രൂപം. നമ്മൾ സാധാരണ ശിവനെ വർണ്ണിക്കാറുണ്ടല്ലോ, ജഡ, ഗംഗാധരൻ, അതേപോലെ ചന്ദ്രശേഖരൻ, ഒരു ചന്ദ്രകലി ഉണ്ടാവും, ഗംഗ ഇങ്ങനെ പുറമേക്ക് വരുന്നുണ്ടാവും ജടാമുടിയിൽ നിന്ന്, നീലകണ്ഠനായിട്ട്, പിന്നെ മുക്കണ്ണനായിട്ട്, 5 തലയുള്ള ശിവനായിട്ട്, 10 കൈയുള്ള ശിവനായിട്ട്, ആനത്തോലെടുത്ത ശിവൻ, പാമ്പുകളെ ആഭരണങ്ങളാക്കിയിട്ട് അങ്ങനെയുള്ള ശിവൻ, അതൊക്കെ വേറെ രൂപമാണ്. അതീവ സുന്ദരമായിട്ടുള്ള വെളുത്ത ശരീരമാണ് ഭഗവാന്റെ, സീ ത്രൂ, ഐസ് പോലെ. അതാണ് ഭഗവാന്റെ ഈ ശരീരത്തിൻ്റെ നിറം. ഉത്തമലിംഗമായി ഓങ്കാരരൂപവും പാർത്ഥിവലിംഗം പരമേശ്വരൻ തഥാ ബ്രഹ്മസ്വരൂപം ഓം വേരം സകലനും ഓം ലിംഗമായി മർത്യരൂപത്തിൽ വേരവും ജ്യോതിർലിംഗം തന്നെ കേദാരനാഥനും നാരായണനും നരനും വരം തരാൻ ലോകഹിതാർത്ഥം ജനങ്ങൾക്കഭീഷ്ടവും ഭക്തിയും മുക്തിയും നൽകി സദാശിവൻ. നരനാരായണന്മാർ തപസ് ചെയ്തു കേദാർനാഥിൽ. അപ്പോൾ ആ കേദാർനാഥനായിട്ട് വന്നത് നരനാരായണന്മാർക്ക് സുഖത്തെ പ്രദാനം ചെയ്യാനാണ്. തപസ്സിൽ ഏറ്റവും കൂടുതൽ തപസ് ചെയ്യുന്നത് നരനാരായണന്മാരാണ്. ഭീമാസുരനെ നശിപ്പിക്കാൻ ശ്രീ ശിവൻ ജ്യോതിർലിംഗം ഭീമശങ്കരനായി വിഭു കാമരൂപ രാജ്യഭൂപതി നിത്യവും ശങ്കരനെ പൂജ ചെയ്തു സകാമനായി. ഭീമാസുര ശത്രുദ്രോഹത്തെ തീർക്കുവാൻ യുദ്ധത്തെ ചെയ്തു സുദക്ഷിണൻ തോറ്റുപോയി. അപ്പോൾ ശിവൻ വന്നു കൊന്നുപോയി ഭീമനെ ഡാഗിനിയിൽ ജ്യോതിർലിംഗമായി ശങ്കരൻ. ബ്രഹ്മാണ്ഡനാഥൻ ശിവൻ ഭുക്തി മുക്തിതൻ കാശിയിൽ വിശ്വേശ്വരനായി ഉമാപതി. വിഷ്ണു വിധി കാലൻ ഭൈരവൻ ഇന്ദ്രനും മർത്യരും നിത്യം സ്തുതിക്കുന്നു രുദ്രനെ. കാശിയിൽ മാത്രം ഒരു പ്രത്യേക രീതിയിലാണ്. എല്ലാ ദേവീദേവന്മാരും എപ്പോഴും കാശി വിശ്വനാഥനെ ഭജിച്ചു കൊണ്ടേയിരിക്കുന്നു. കാശിയിൽ മാത്രമുള്ള പ്രത്യേകത അനവധി ഈ ശിവലിംഗങ്ങളാണ്. ഓരോരോ ഭക്തന്മാരായിട്ട് ഇങ്ങനെ ആയിരക്കണക്കിന് ശിവലിംഗങ്ങളാണ്. കാശിയും വൃന്ദാവനും ഒരുപോലെയാണ്. പ്രളയകാലത്ത് പോലും നശിക്കൂലേ, അങ്ങനെയാണ്. അവിടെ കർമ്മബന്ധം മുഴുവൻ തീരും, മുക്തി കിട്ടും. അതുകൊണ്ടാണ് കാശി പോയാൽ പിന്നെ തിരിച്ചു വരവില്ല എന്നെല്ലാം പറയണത്. കർമ്മബന്ധം തീർത്ത് മുക്തി തരും ഹരൻ ബ്രഹ്മാണ്ഡരക്ഷയും സംഹാരം സൃഷ്ടിയും ചെയ്യും ശിവൻ. ഭൂമി കാക്കുന്നു സർവഥ നിത്യപ്രളയവും ബാധിക്കയില്ലിഹ. ഗൗതമ മാമുനി പ്രാർത്ഥിച്ചു രുദ്രനെ ലോകഹിതത്തിനായി ത്രയംബകനാഥനെ. ഗംഗാനദി സ്വയം ഗൗതമി നാമിയായി രുദ്രന്റെ ഭക്തനു സേവ ചെയ്തു സ്ഥിരം. ഈ ഗൗതമനെ ഒരിക്കൽ ഒരു വല്ലാത്തൊരബദ്ധം സംഭവിക്കണ്ടായി. അതായത് ക്ഷാമം വന്നു, മഴയില്ലാതെ കണ്ട് 12 വർഷമായിട്ട് മഴ പെയ്തില്ല. അപ്പോൾ ആർക്കും ഒന്നും ആഹരിക്കാനൊന്നുമില്ല. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ഗൗതമാശ്രമത്തിലെത്തി. പ്രത്യേകിച്ച് ബ്രാഹ്മണർ യാഗാദികളൊന്നും ചെയ്യാൻ നിർത്തിയില്ലാണ്ടേ. അപ്പോൾ അവർ അനവധി കാലം ഈ ഗൗതമാശ്രമത്തിൽ വളരെ സുഖമായിട്ട് ജീവിച്ചു. എല്ലാവർക്കും വേണ്ടതെല്ലാം ഈ ഗൗതമാശ്രമത്തിൽ നിന്ന് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവർ ധാരാളം പൂജയും യാഗവും കാര്യങ്ങളൊക്കെ ചെയ്തു ബ്രാഹ്മണർ. ഗൗതമൻ്റെ ഗായത്രി ഉപാസനയും മറ്റേ ഈശ്വര ഉപാസനയും ഈ മഹാദേവൻ്റെ തപസ്സും ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് യാതൊരു വ്യത്യാസമില്ല. ഇത് അധികമായിട്ടുള്ളൊരു ദാനം മാത്രമേ ഉള്ളൂ. അതായത് ഗോലോകത്തുനിന്നോ ശിവലോകത്തുനിന്നോ ശിവലോകത്തുനിന്നോ മണിദ്വീപത്തുനിന്നോ വൈകുണ്ഠത്തുനിന്നോ വരണ പോലെ ഇവിടെ ഒന്നിനും ക്ഷാമമില്ലാത്ത രീതിയിലാണ്. ദ്വാരകയിലൊന്നും ഒന്നിനും ഒരു ക്ഷാമമില്ല.
എന്ന കൂട്ടത്തിൽ ഈ ഗൗതമൻ വസിക്കുന്നതായിട്ടുള്ള സ്ഥലത്ത് യാതൊരു ക്ഷാമമില്ല. അത് എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. എത്രയായാലും അത് കുറയില്ല എന്നർത്ഥം. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ബ്രാഹ്മണർ വിചാരിച്ചു അവർ യാഗം ചെയ്തിട്ടാണ് ഈ പുണ്യം ഉണ്ടായതെന്ന്. ഗൗതമൻ അവിടെ വലിയൊരാളായിട്ട് ഇരിക്കുക. ഞങ്ങളെക്കാൾ കൂടുതൽ എന്താ മേന്മ ഗൗതമന് എന്ന് തോന്നി. ആ യശസ് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടൊരു കൃത്രിമമായിട്ടൊരു ചാവാലി പശുവിനെ ഉണ്ടാക്കി. പ്രായപൂർത്തി വന്ന ഇപ്പം മരിക്കും ആ രീതിയിലുള്ളൊരു പശുവിനെ ഉണ്ടാക്കി. എന്നിട്ട് യാഗഭൂമിയിലേക്ക് വിട്ടു. പശുവിനും ചില ചില സ്ഥലങ്ങളിലേക്ക് വരാൻ പാടില്ല. അപ്പോൾ ഗൗതമൻ ആ പശു, വേറെ ആരും ഇല്ല അവിടെ, ഗൗതമൻ മാത്രമേ ഉള്ളൂ. ഈ പശു വന്നപ്പോൾ അങ്ങോട്ട് പോകൂ എന്നുള്ള നിനക്ക് എന്നൊന്ന് പറഞ്ഞു. പക്ഷേ ഈ ഹുങ്കാരം എന്ത് സംഭവിച്ചു? ആ പശുവിന് മൃത്യു സംഭവിച്ചു. അപ്പോഴേക്കും ഇവരെല്ലാവരും കൂടിയിട്ട് ഓടി വന്നു. പശുവിനെ കൊന്നവൻ എന്ന് ബ്രഹ്മഹത്യാപാപം, ഗോഹത്യാപാപം ബ്രഹ്മഹത്യാപാപമാണ്, ഗൗതമൻ ആരോപിച്ചു. അപ്പോൾ ഗൗതമൻ അത് നല്ലോണം ചിന്തിച്ചു. ഇതെങ്ങനെ വന്നു? എനിക്കിങ്ങനെ ഒന്നും പറ്റില്ല, ഉറപ്പാണ്. കാരണം എൻ്റെ ഉപാസനയും എൻ്റെ തപസ്സും ഇത്രയും ലോകോപകാരം, സേവനം, അതിനൊക്കെ മഹത്വമുണ്ടേ. അപ്പം അതുകൊണ്ട് ഇത് എൻ്റെ എല്ലാം ഉറപ്പിച്ചു. ചോദിച്ചു മഹാദേവനോട്, ഇതെന്താ ഇങ്ങനെ ചോദിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ട്. മഹാദേവൻ പറഞ്ഞു, അങ്ങയുടെ കുറ്റമല്ല, ഇവരുടെ കർമ്മദോഷമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ദേവഭാഗവതം പറയുന്നുണ്ട്, അനവധി ശാപം ബ്രാഹ്മണർക്ക് കൊടുത്തിട്ടുണ്ട്, സഹിക്കൊന്നുമില്ല കേട്ടോ. ഇവർ മലന്ന് കിടന്ന് മാരത്ത് തുപ്പിയ കൂടുതലായി. ആ ശാപം ഈ കലികാലത്തിൽ തീരുകയില്ല. 4,32,000 കൊല്ലുണ്ട്. അത് ബ്രാഹ്മണർക്ക് തീർക്കാൻ സാധിക്കൂല. വേദം മറന്നു പോട്ടെ എന്നാണ്, വേദം വേദാർത്ഥം ഇതൊക്കെ മറന്നു പോട്ടെ എന്നാണ്. നീ അവിടുന്ന് അങ്ങോട്ട് ബാക്കിയൊന്നും പറയണില്ല, അത്ര മോശ ആ ശാപം. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, പേടിക്കണ്ട കേട്ടോ. മഹാദേവിയും പറഞ്ഞു, ഇത് അങ്ങയുടെ കുഴപ്പമില്ല, ഈ ബ്രാഹ്മണർ ചെയ്ത ഗുരുത്തക്കട കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ ഗൗതമനെ ഒന്ന് ഓർത്ത് ഇനി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യിക്കാൻ തോന്നരുതേ എന്ന് പ്രാർത്ഥിക്കണമെന്നാണ്. ബാക്കിയുള്ള ഗുരുക്കളും ഒക്കെ ഉണ്ട് കേട്ടോ, എല്ലാ ഗുരുക്കന്മാരും ഉണ്ട്. നമ്മൾ സാധാരണ വ്യാസനെയാണ് ഗുരുപൂർണിമ എന്നൊക്കെ എടുക്കാറ്. ഇവിടെ ഗുരുസ്ഥാനത്ത് അല്ലെങ്കിലും മറ്റൊരു തരത്തിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടതായിട്ടുള്ളൊരു ദേവഭാവമാണ് ഈ ഋഷി, ഗൗതമ ഋഷി. ഈ ശാപത്തിൽ നിന്ന് മോചനം നേടാൻ എന്ത് പ്രവൃത്തിയാണോ ചെയ്യേണ്ടത് വെച്ചാൽ അത് ചെയ്യിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. സമസ്താപരാധം ക്ഷമസ്വ, സമസ്താപരാധം ക്ഷമസ്വ, സമസ്താപരാധം ക്ഷമസ്വ. ദേവനോടാണോ വേണ്ടത്, ഈ ഗൗതമനോടാണോ വേണ്ടത് നിശ്ചല. ആർക്കൊക്കെയാണ് ശാപം കിട്ടിയ നിശ്ചല. നമ്മുടെ ജീവന് കിട്ടിയിട്ടുണ്ടോ അറിയില്ല, ഉണ്ടാവാൻ ചിലപ്പോൾ, പറയാൻ പറ്റില്ല. അപ്പം എന്തായാലും ആ ഗൗതമന് വേണ്ടിയിട്ട് അപ്പോൾ ഗൗതമൻ മഹാദേവനെ തപസ് ചെയ്തപ്പോൾ പ്രത്യക്ഷനായിട്ടുള്ള ആ ജ്യോതിർലിംഗമാണ് ഈ ത്രംബകനാഥൻ. അതുകൊണ്ടാണ് ത്രംബക യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുഗമിവ ബന്ധനാൽ മൃത്യുവർ മുക്ഷീയമാമൃതാൽ, ആ മൃത്യുഞ്ജയ മന്ത്രം അവിടെ സംഭവിച്ചത്. ഗൗതമൻ്റെ ആ ഒരു പ്രാർത്ഥന ഈ ത്രംബകനാഥനായിട്ടാണ് ഭഗവാൻ വന്നത്. സത്വരജ സമോ ഗുണങ്ങളെ മറികടക്കാൻ ഈ ത്രംബകം മതി, മുക്തി കിട്ട എന്ന് സാരം. ഓം മുഞ്ചാമിത്വ അങ്ങനൊരു സൂക്തമുണ്ട്. ആ സൂക്തത്തിൻ്റെ മുഴുവൻ ഫലവും ഈ മന്ത്രം കൊണ്ട് കിട്ടും. മോചിപ്പിക്കണേ തന്നെയാണ് പ്രാർത്ഥന. അനുഗ്രഹിക്കാനുള്ള വരം അങ്ങനെയാണ്. ശതം ജീവ ശരദ ഈ സൂക്തത്തിൽ പെട്ടതാ. അപ്പം അങ്ങനെയുള്ള ആ സൂക്തം നമുക്ക് നിത്യമായിട്ട് ജപിക്കാനും ഗൗതമനെ സ്മരിക്കാനും മഹാദേവൻ്റെ അനുഗ്രഹത്തെ സ്വീകരിക്കാനും അത്ര പ്രാധാന്യമുണ്ട്. ഈ ഗൗതമി എന്ന നദി മറ്റേ ഗംഗാനദിയാണ്. അത്രയും പ്രാധാന്യമുണ്ട് ഗൗതമനെ. ആ ഗൗതമൻ്റെ പത്നിക്കാണ് ഈ അഹല്യ. ആ അഹല്യക്ക് ചെറിയൊരു അബദ്ധം പറ്റിയത്. ചിത്രരഥനെ ഒന്ന് നോക്കി നിന്നിട്ടേ ഉള്ളൂ കേട്ടോ. പക്ഷെ അതിവിടെ കണ്ടുപിടിച്ചു, കല്ലായി പോട്ടെ ശപിച്ചു. ഇപ്പം ശ്രീരാമൻ തന്നെ ആ പാദസ്പർശം കൊണ്ട്, പാദധൂളി ശിരസിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ മുക്തയായി. നേരെ മുക്തി പ്രാപിച്ചിട്ട് ബ്രഹ്മത്തിലേക്ക് ലയിക്കല്ല ഉണ്ടായത്, ഗൗതമൻ്റെ പത്നിയായിട്ട് തന്നെ പോകാണ്ടായത്. ബ്രഹ്മാവിൻ്റെ മാനസപുത്രിയ അഹല്യ. ഗൗതമൻ്റെ പ്രാധാന്യം അത്രയ്ക്കുണ്ട്. ഗൗതമനും വളരെ ഇഷ്ടപ്പെട്ടിട്ടാണ് അഹല്യയെ സ്വീകരിച്ചത്. ഭൂമിയെ പ്രദക്ഷിണം വെച്ചുകൊണ്ടാണ് ഈ ബ്രഹ്മാവിൻ്റെ പ്രീതി സമ്പാദിച്ചത് ഗൗതമൻ.
അത്ര മഹാനാ. അപ്പൊ ആ മഹാനെ ഒഴിവാക്കാൻ പറ്റില്ല. അഹല്യ പറഞ്ഞു, എനിക്ക് ഭർത്താവ് തന്നെ മതി, ബ്രഹ്മത്തിൽ ലയിക്കൊന്നും വേണ്ട. അവർ തമ്മിലുള്ള അറ്റാച്ച്മെന്റ് അത്രയും കൂടുതലാ. അങ്ങനെ വേണം ഭാര്യ ഭർത്താക്കന്മാരെ. ഗൗതമൻ ശപിച്ചില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരാ നമ്മള്. പക്ഷെ ഈ ശാപമേറ്റ അഹല്യക്ക് അത് കുഴപ്പം തോന്നുന്നില്ല. അഹല്യക്ക് അറിയാം, പൂർണ്ണമായിട്ട് അറിയാം, ഞാൻ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഒന്ന് കണ്ടു നോക്കി, അത്രയേ ഉള്ളൂ. അതുപോലും തെറ്റാണെന്ന് ഗൗതമൻ പറഞ്ഞ ആളാ. അപ്പൊ ഗൗതമന്റെ ശുദ്ധിയാണ് അവിടെ അഹല്യ കണ്ടത്. ഇത്രയും കാലം കല്ലായിട്ട് എനിക്ക് ശ്രീരാമനെ ഭജിക്കാൻ സാധിച്ചുല്ലോ, ആ പുണ്യം കൂടിയും ഈ സേവനത്തിന് ഉപകാരമായി. അങ്ങനെയാണ്. എത്ര മഹത്വമാണ്. പുരാണങ്ങൾ വായിച്ചാലെയാണ് ശരിക്കും അതിൻ്റെ ആ ഉള്ളിലുള്ള അർത്ഥങ്ങളെ മനസ്സിലാക്കിയാലേ ശരിക്കും മനസ്സിലാവുള്ളൂ. പുറമേക്ക് കഥ ഇങ്ങനെ വായിക്കുമ്പോൾ അഹല്യോട് ഒരു സഹതാപവും മറ്റേ ഗൗതമനോട് കുറച്ച് ശുണ്ഠിയും ആണ് വരിക. പക്ഷേ ഈ അഹല്യയ്ക്ക് തോന്നിയത്, എനിക്ക് കുറച്ചു കാലം ഭഗവാനെ ഭജിച്ചുകൊണ്ട് ഭഗവാന്റെ തൃപ്പാദത്തിൽ ആ ധൂളി സ്വീകരിച്ചുകൊണ്ട് ഗൗതമനെ സേവിക്കാനുള്ള അർഹത തന്നൂലോ ഗൗതമൻ. എവിടെ എത്തി? പ്രാർത്ഥനയുടെയും ആ മനസ്സിലാക്കണേൻ്റെയും സമർപ്പണത്തിൻ്റെയും വ്യത്യാസം അതാണ്. ഉള്ളിലുള്ളത് ശരിക്കും കിട്ടണം. അതെ, പുരാണത്തിൽ അങ്ങനെയാണ്. പുരാണൈഹി ഭ്രമാവഹൈഹി, ഭ്രമിപ്പിക്കും. അപ്പം അതല്ല വേണ്ടത്. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സ്, നമ്മുടെ ജീവനെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുകയാണ് വേണ്ടത്. അതാണ് ഭാഗവതം. ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവപുരാണമായാലും ഭാഗവതമാണ്, ദേവി ഭാഗവതമായാലും ഭാഗവതമാണ്. അത് മനസ്സിലാക്കിയിട്ടില്ല വെച്ചാൽ എന്താ ഭാഗവതത്തിന്റെ അർത്ഥം അറിയില്ല എന്നർത്ഥം. അതാണ്. ഗൗതമ മാമുനി പ്രാർത്ഥിച്ചു രുദ്രനെ, ലോകഹിതത്തിനായി ത്രയംബകനാഥനെ. ഗംഗാനദി സ്വയം ഗൗതമി നാമിയായി, രുദ്രന്റെ ഭക്തനു സേവ ചെയ്തു സ്ഥിരം. പ്രത്യക്ഷനായി ശിവൻ പർവ്വതാകാരനായി, ജ്യോതിസ്വരൂപനായി ത്രയംബകനാമിയായി. തൊട്ടു തൊഴുതു ജലധാര ചെയ്യുകിൽ, പാപനാശം ചെയ്ത് മുക്തി നൽകും ശിവൻ. രാവണൻ പ്രാർത്ഥിച്ചു രുദ്രനെ കാമിയായി, ഭക്തി കണ്ടു നൽകി ദർശനം ശങ്കരൻ. വൈദ്യനാഥൻ ചിതാഭൂമിയിൽ ലിംഗമായി, ജ്യോതിസായി കണ്ടു പരളി ഭുവി മഹത്. പരളി എന്നുള്ളത് ഒരു പ്രത്യേക ഒരു സ്ഥലമാണ്. അവിടെ പരള്യാം എന്നാണ്. അപ്പം അങ്ങനെ അവിടെ ദർശനം കൊടുത്തു. അങ്ങനെ ഒരു മഹാദേവൻ. ഭക്തിപൂർവം ഇഹ ആരു ഭജിക്കലും സൗഖ്യമേകം, ആധിവ്യാധി തീർത്തു ശിവൻ. വൈദ്യനാഥൻ മുഖ്യൻ ജ്യോതിർലിംഗങ്ങളിൽ, ആയുരാരോഗ്യതൻ നൽകും മനസ്സുഖം. പരല്യാം വൈദ്യനാഥം ച. അപ്പം ആ വൈദ്യനാഥനാണ്. നമ്മൾ ധന്വന്തരി മൂർത്തി എന്ന് പറയണില്ലേ, അതേപോലെയാണ് ഈ വൈദ്യനാഥൻ. അപ്പോൾ രാവണൻ പ്രാർത്ഥിച്ചതായിട്ടുള്ള അവിടെ ആരാണോ ദർശനം നടത്തുന്നത്, ആ ഭൂമിയിൽ അവിടെ എല്ലാ രോഗങ്ങളെയും, ഭവരോഗം, ജനങ്ങൾ ജീവൻ ജനിക്കുക മരിക്കുക അങ്ങനെയല്ലേ, അത് മറികടക്കാൻ സാധിക്കും. അതേപോലെ ശരീരത്തിനും മനസ്സിനുള്ള 3 രോഗങ്ങളാണ്. ഒന്ന് ശാരീരികമായുള്ള രോഗം, നമുക്കത് മാത്രമേ സത്യം പറഞ്ഞാൽ അറിയുള്ളൂ. രണ്ടാമത്തെ രോഗം മാനസിക രോഗം, അത് മറ്റുള്ളവർക്ക് മനസ്സിലാവും. ഞാൻ മാനസിക രോഗിയാണെന്ന് ഒരാളും പറയാറില്ല. അത് രണ്ടാമത്തെ രോഗം. മൂന്നാമത്തെ രോഗമാണ് ഭവരോഗം. ഈ 3 രോഗങ്ങളും ഈശ്വരോപാസന കൊണ്ട് തീരും ചെയ്യും. കാരണം പൂർവ്വ ജന്മകൃതം പാപം വ്യാധി രൂപേണ ജായത. ഇത് വ്യാധിയാണ്. ആധിവ്യാധി എന്നുള്ളത് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ജീവൻ്റെയും ദുഃഖങ്ങളാണ്. അത് രോഗങ്ങളായിട്ടാണ് വരിക. അപ്പം അതിനെ തീർക്കാൻ ഈ ലോകനാഥൻ, ലോകവൈദ്യനാഥൻ, ധന്വന്തരി മൂർത്തി ഒക്കെ ഒന്ന് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പാലാഴി കളഞ്ഞാൽ തന്നെ ഈ അമൃത് കിട്ടുള്ളൂ എന്നർത്ഥം. ശ്രീ ശിവപാർവതിമാരെ ശരണം. നാഗേശനായി വന്നു ദാരുക നിഗ്രഹം ചെയ്തു, മുനികൾക്കു രക്ഷ നൽകി ശിവൻ. ദാരുക കാനനം തന്നിൽ പ്രതിഷ്ഠിതൻ, ജ്യോതിർലിംഗം രൂപം കാട്ടി ദ്വിജർക്കുടൻ. സുപ്രിയൻ എന്നൊരു വൈശ്യന്റെ രക്ഷയ്ക്കായി ചെയ്തോരവതാരം നാഗേശ്വരൻ സദാ. പാർവതിയൊത്തു വനത്തിലെ കോവിലിൽ, നാഗപേടി തീർത്തു രാക്ഷസപേടിയും. രാമേശ്വരത്തിൽ രഘുപതി രാമന്, സിന്ധു കടക്കുവാൻ ദൈത്യവധത്തിനും. രാവണ നിഗ്രഹം സേതുബന്ധിക്കലും, രാമേശ്വരൻ ചെയ്തു സീതാസഹായമായി. ജ്യോതിർലിംഗം രൂപം കാട്ടി മഹേശ്വരൻ, വിഘ്നങ്ങളൊക്കെയും തീർത്തേകി ശക്തിയും. ഏറെ വരങ്ങളും ഭക്തർക്കു മുക്തിയും, ഭുക്തിയും സൗഖ്യവും പൂജിച്ചാലേകിടും. ഗംഗാജലവും കടൽ ജലവും ദ്വിജൻ ധാര ചെയ്യുന്നു ശിവപ്രീതി നേടുവാൻ. കോടി ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങളെ
തീർക്കം ശിവവിഷ്ണു ഭക്തർക്കു ശങ്കരൻ കുഷ്മേശനായി ജ്യോതിർലിംഗ സ്വരൂപനായി കുഷ്മതൻ ദുഃഖത്തെ തീർത്ത മഹേശ്വരൻ കുഷ്മാസുതനെ വധിച്ചു സുദേഹയും കുഷ്മ ചെയ്തു തപസ് ദുഃഖിത താഴ്മയായി തെക്കൊരു ദിക്കിൽ സരസിലായി ശ്രീ ശിവൻ ജ്യോതിർലിംഗം രൂപം കാട്ടി ജലത്തിലായി നിസ്സാരമാം വരം ചോദിച്ച കുഷ്മയെ തുഷ്ടയാക്കി വരം കൂടുതൽ നൽകിയും. അതായത് ഈ കുഷ്മയുടെ ഭർത്താവിൻ്റെ ആദ്യത്തെ ഭാര്യ കുഷ്മയുടെ എഴുത്തിയ സുദേഹ. അപ്പം അതിൽ ഒരു ഉണ്ണി ഉണ്ടാവണില്ല, സന്താനമില്ല. അപ്പോഴാണ് നിർബന്ധിച്ച് അനീതിയെ കൂടി കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഭർത്താവ് പറഞ്ഞു, അനീതിക്ക് കുട്ടി ഉണ്ടായ ഒരു പക്ഷേ നമ്മൾ തമ്മിൽ വിരോധമൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. അതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഉണ്ണി ഉണ്ടായി, അനീതിക്ക് ഉണ്ണി ഉണ്ടായി. അപ്പോൾ സ്നേഹം കുറയുണ്ടോ എന്ന് വിചാരിച്ച് കുറച്ചൊരു അത് മാത്രമല്ല കുറച്ച് കാലം ഉണ്ടാവുകയും ചെയ്തു. ഈ ഉണ്ണി കല്യാണമൊക്കെ കഴിച്ചു. അപ്പോൾ ആ സമയത്താണ് ഈ ഉണ്ണിയെ വധിച്ചത് സുദേഹ. പക്ഷേ ഈ കുഷ്മ എന്നും അനവധി ശിവലിംഗങ്ങൾ പൂജിച്ച് 101 എല്ലാ ദിവസവും 101 ശിവലിംഗം ഉണ്ടാക്കി പൂജിച്ച് അത് ആ സമുദ്രത്തിലേക്ക് ഒരു ജലാശയമാണ്, ആ ജലാശയത്തിലേക്ക് എറി, അങ്ങനെയാണ് പതിവ്. അപ്പം അങ്ങനെ ഈ സംഭവം നടന്നിട്ടും ആ ദിവസം ഈ ആരാധന മുടക്കിയില്ല, ശിവാരാധന മുടക്കിയില്ല കുഷ്മ. തൻ്റെ മകൻ മരിച്ചു കിടക്കുക, പക്ഷെ അതൊന്നും സാരാക്കിയില്ല. അപ്പോൾ പൂജ കഴിഞ്ഞപ്പോൾ ശിവൻ പ്രത്യക്ഷനായി. എന്നിട്ട് എന്താ വരം വേണ്ട ചോദിച്ചു. എടുത്തിയ കൊല്ലല്ലേ വേണ്ട. കുഷ്മ പറഞ്ഞു, അത്രയും കാലം അങ്ങേ ഭജിച്ചിട്ട് എല്ലാവരോടും വിദ്വേഷം ഉണ്ടാക്കാനാ? അതെന്തായാലും വേണ്ട. ആ കുഷ്മയ്ക്ക് ഇപ്പോഴും മഹാദേവൻ്റെ സ്മരണയാണ് ഉള്ളത്, സാത്വിക ഭാവത്തിലാണ് കുഷ്മയുള്ളത്. അതിപ്പോൾ തൻ്റെ എഴുത്ത് ഇങ്ങനെ തൻ്റെ മകനെ കൊന്നു വെച്ചാൽ ആ സുദേഹയുടെ മനസ്സിനെ അങ്ങ് ശുദ്ധമാക്കി തീർക്കുകയാണ് വേണ്ടത്. എൻ്റെ ഈ തപസ്സിൻ്റെ ഫലം മുഴുവൻ അതിന് വേണ്ടിയിട്ടാവണം എന്ന് മഹാദേവനോട് പ്രാർത്ഥിച്ചു. ഇപ്പം ഇത്രയും കാലം തപസ് ചെയ്ത് ഈ എഴുത്തിൻ്റെ മനസ്സുണ്ടാവാനാ? അതാ സമർപ്പണം ഉണ്ടായതേ. അതെല്ലാവർക്കും മനസ്സിലായി. അപ്പം ശിവൻ പറഞ്ഞു, ശരി തഥാസ്തു. ആ സുദേഹയുടെ മനസ്സ് നന്നായി. പിന്നെ എന്താ വരം വേണ്ട ചോദിച്ചു. ഇതിപ്പോൾ ഒരു ആവശ്യം പറഞ്ഞു, അതിപ്പോൾ കുഷ്മയുടെ ആവശ്യമല്ലല്ലോ. അപ്പം അതുകൊണ്ട് എന്താ വരം വേണ്ട ചോദിച്ചു. എന്നാൽ ഇവിടെ ജ്യോതിർലിംഗമായിട്ട് നിന്നോളൂ എന്ന് പറഞ്ഞു. എവിടെ? വെള്ളത്തിൽ. വെള്ളത്തിൽ തീ ഇങ്ങനെ നിൽക്കുക, തീ സ്തംഭം. മഹാദേവൻ്റെ ലീലയാണ്. നമുക്ക് വെള്ളത്തിലൊരു തീ സ്തംഭം ഇങ്ങനെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. പക്ഷേ കടലിൻ്റെ ഏറ്റവും അടിയിൽ ബഡവാഗ്നി എന്ന് പറഞ്ഞൊരു അഗ്നിയുണ്ട്. അതിപ്പോൾ ഈ അഗ്നിയേക്കാളൊക്കെ ചൂട് കൂടുതലാണ്. നമ്മളീ തിളച്ച എണ്ണ സാന്ദ്രത കൂടുതലാണല്ലോ, അത് പൊള്ളി കഴിഞ്ഞാൽ പെട്ടെന്ന് മാറില്ല, മരിക്കാൻ രാത്രി കൂടുതൽ സംഭവിക്കുന്ന അർത്ഥം, അവിടെ നശിക്കും എന്ന കൂട്ടത്തിലാണ്. ബഡവാഗ്നിക്ക് ഈ തീയിനേക്കാൾ കൂടുതലാണ് ചൂട്. അപ്പോൾ അവിടുന്ന് ഒരു തീ ഉണ്ടായിച്ചാൽ അത്ഭുതമൊന്നും ഇല്ലാതെ അർത്ഥം, അത്രയേ ഉള്ളൂ. മഹാദേവൻ്റെ ലീല അങ്ങനെയാണ്. ഇപ്പോൾ അവിടെ എന്താ ചെയ്തത്? നമ്മുടെ ഇനി ഇതിലും കൂടുതലൊന്നും വേണ്ടേ. ഈ നമ്മൾ കുഷ്മ എന്നുള്ള പേര്, ഭക്ത എന്നുള്ള എനിക്ക് ശരി, നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് വേറെ ഒരു ദേവനെ ഇനി ആശ്രയിക്കണ്ട. വെള്ളത്തിൽ ജ്യോതിർലിംഗമായിട്ട് കാണുന്ന ആ കുഷ്മേശനെ നമ്മൾ ഭജിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമായി തീരും, എല്ലാവിധത്തിലുള്ള പാപങ്ങളും തീരും, ഉറപ്പാ. അതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെ 12 ജ്യോതിർലിംഗങ്ങളാണ്. തെക്കൊരു ദിക്കിൽ സരസിലായി ശ്രീ ശിവൻ ജ്യോതിർലിംഗ രൂപം കാട്ടി ജലത്തിലായി നിസ്സാരമാം വരം ചോദിച്ച കുഷ്മയെ തുഷ്ടയാക്കി വരം കൂടുതൽ നൽകിയും കുഷ്മേശ്വരൻ സദാ ഭക്തർക്കു നൽകിയിടും വേണ്ട വരം ഭക്തൻ ചോദിച്ചതൊക്കെയും ദേവശൈലത്തിൽ സരസിൽ സദാശിവൻ കൈലാസനാഥനെ പോലെ രക്ഷിച്ചിടും ചൊല്ലി നന്ദീശ്വരൻ ഭക്തർ സനകരെ 12 ജ്യോതിർലിംഗങ്ങളെ ഓർക്കുകിൽ പിന്നൊരു ജന്മവും വേണ്ടി വരില്ലിനി ഉണ്ണും സുഖം ഭുവി 100 സംവത്സരം ഭക്ത്യാ ശതരുദ്ര സംഹിത സൽക്കഥ 100 അവതാരം ശിവൻ ചെയ്ത ലീലകൾ പാരായണം ചെയ്താൽ ഗൗരി പതി തരും കീർത്തിയും സമ്പൽ സുഖം വിദ്യ സർവ്വതം. അപ്പോൾ ഈ 100 അവതാര കഥയാണ് ശതരുദ്ര സംഹിതയിലുള്ളത്. അതിലൊടുക്കത്തെയാണ് 12 ജ്യോതിർലിംഗങ്ങൾ. ഇത് ആരാണോ ജപിക്കുന്നത്, മനസ്സിലാക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്, അറിയുന്നത്, അത് സ്മരിക്കുന്നത്, അവർക്ക്
എല്ലാവിധ സുഖങ്ങളും ഇഹ സുഖം കിട്ടും, പിന്നെ മുക്തിയും കിട്ടും എന്ന് ശിവപുരാണം നമുക്ക് പറഞ്ഞായിരുന്നു. അങ്ങനെയുള്ള മഹാദേവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സർവത്ര ശിവനാമകീർത്തനം. ഹര ഹര മഹാദേവ. നമ ശിവായ നമ ശിവായ. ശ്രീ ശിവപാർവതിമാരേ ശരണം. ഓം ഹ്രീം നമ ശിവായ. ഓം ഹ്രീം ഹൗം നമ ശിവായ. ഓം. എല്ലാവർക്കും ഷെയർ ചെയ്യുന്നെന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു.